സകല സംഘികളോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാഹുൽ ഗാന്ധിയെ ഇനി മേലാൽ പപ്പു എന്ന് വിളിച്ചു പോരുത്. അദ്ദേഹം സാക്ഷാൽ പരശുരാമനാണ്. എന്നെ നോക്കി നെറ്റി ചുളിക്കണ്ട. കോൺഗ്രസ് പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ അവതാരങ്ങളിൽ ഒന്നായ പരശുരാമനാണ്. അത് ഇന്ന് പ്രഖ്യാപിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ജൂൺ 19 1970 ജൂൺ 19 ലോകക്ഷേമത്തിനായി ഭാരതത്തെ സമുദ്ധരിക്കാൻ വേണ്ടി ഒരു തിരു അവതാരം ഭൂമിയിൽ ജനിച്ചത്. ആ അവതാരത്തിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അദ്ദേഹത്തിന് 56 വയസ്സായി. 56 വയസ്സായ രാഹുൽ ഗാന്ധിയുടെ പിറന്നാൾ കെങ്കേമമായി ആഘോഷിക്കാൻ ഉത്തർപ്രദേശിലെ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു. കാരണം ഉത്തർപ്രദേശിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. പണ്ടേ ഒരു ചൊല്ലുണ്ട്, യു പി ഭരിക്കുന്നവൻ ഇന്ത്യ ഭരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് തെറ്റിപ്പോയി കേട്ടോ. യു പിയിൽ ഭൂരിപക്ഷം സീറ്റുകളും ബി ജെ പിക്ക് കിട്ടിയില്ല. പക്ഷേ അങ്ങനെ പണ്ട് മുതലേ ശീലിച്ചതാണ്. 81 എം പിമാരാണ് ഉത്തർപ്രദേശിലുള്ളത്. ഇത്തവണ യു പിയിലെ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരിനെ പുറത്താക്കി ഒരു ഇന്ത്യ മുന്നണിക്ക് താല്പര്യമുള്ള സർക്കാർ, എസ് പിയുടെ സർക്കാർ, അഖിലേഷ് യാദവിൻ്റെ സർക്കാർ വന്നാൽ പാർലമെൻറ്റിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സീറ്റുകളൊക്കെ നേടാം എന്ന് കരുതുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസിന് ഇവിടെ ആളും അർത്ഥമൊന്നുമില്ല. അഖിലേഷിൻ്റെ തോളത്ത് കയറിയിട്ടാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. അഖിലേഷിൻ്റെ പാർട്ടിയിലെ എം പിമാരിപ്പോൾ അഖിലേഷിനെ തള്ളിപ്പറഞ്ഞ് ശിവസേനയ്ക്കും ഉദ്ധവ് വിഭാഗത്തിൻ്റെയും തൃണമൂലിൻ്റെയും വഴിയിൽ ഇന്ത്യ മുന്നണിയെ വിട്ടിട്ട് NDA മുന്നണിയിലേക്ക് പോകാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ വാരണാസി മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു രാഹുൽ ഗാന്ധിയുടെ പിറന്നാൾ ആഘോഷിക്കണം. അവർ ഒരു ബോട്ട് വാടകയ്ക്കെടുത്തു. എന്നിട്ട് 2 വലിയ മുളങ്കുറ്റികളിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് ഗംഗയുടെ നടുക്കോട്ട് പോയി. എന്നിട്ട് ഗംഗാനദിയുടെ നടുക്ക് 2 മുളങ്കാലുകളിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള ഈ ബോർഡ് സ്ഥാപിച്ചു. എന്നിട്ട് പാലഭിഷേകം, നെയ്യഭിഷേകം, എന്നിട്ട് മന്ത്രം ഹര ഹര മഹാദേവാദി ചൊല്ലുന്നു, പരശുരാമൻ്റെ സ്തുതികൾ വാഴ്ത്തുന്നു. ആ ചിത്രം നിങ്ങളത് കാണണം. എന്താ ചിത്രം എന്നറിയാമോ? രാഹുൽ ഗാന്ധി പരശുരാമനെ പോലെ മഴുവൊക്കെ പിടിച്ച് നിൽക്കുന്നു. ഒരു കൈയിൽ മഴു, മറുകൈയിൽ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന. പക്ഷേ അദ്ദേഹത്തിന് കൊച്ചു പുസ്തകമാണ് സാധാരണ ഇഷ്ടം. ആ കൊച്ചു പുസ്തകമല്ല ഇത്തവണ കണ്ടത്. ഒറിജിനൽ ഭരണഘടന, ചുവന്ന നിറമുള്ള കൊച്ചു പുസ്തകമാണല്ലോ സ്ഥിരം കാണിക്കാറുള്ളത്. അകത്തെ പേജ് മുഴുവൻ വെള്ളയാണ്, ബ്ലാങ്കാണ്. അത് പലതവണ മാധ്യമങ്ങൾ കാണിച്ചതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ പുസ്തകത്തിന് അകത്ത് ശൂന്യമായ വെളുത്ത പേപ്പറുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിഷ്വൽസ് വന്നിട്ടുണ്ട്. എന്നാലും ഇത് മൂപ്പിലാൻ എന്ന് പറയാൻ പാടില്ലല്ലോ അല്ലേ. അദ്ദേഹം ഇന്ത്യയുടെ യുവ പ്രധാനമന്ത്രി, യുവ നേതാവെന്നൊക്കെയാണ് പറയുന്നത്. 56 വയസ്സായി. ഭാവി പ്രധാനമന്ത്രി, എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി. പക്ഷേ ഇതത്ര നിസ്സാരമായി കാണാൻ പറ്റുമോ? കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ച് ദശാവതാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവാൻ മഹാവിഷ്ണു 10 അവതാരങ്ങൾ എടുക്കുന്നു. 10ാമത്തെ അവതാരം കൽക്കിയാണ്. കൽക്കി അവതാരം വരാനിരിക്കുകയാണ്. ബാക്കി 9 അവതാരങ്ങൾ ഭൂമിയിൽ വന്നുപോയി. അതിൽപ്പെട്ട പരശുരാമനാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നതിന് കോൺഗ്രസിൻ്റെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് വികാസ് സിംഗിൻ്റെ നേതൃത്വത്തിലാണ് ഈ ബോട്ട് പിടിച്ച് ഗംഗയിൽ പോയിട്ട് ഈ ആഭാസ പ്രകടനം നടത്തിയത്. അഭ്യാസ പ്രകടനമല്ല, ആഭാസ പ്രകടനമാണ്. ഒരു മതത്തിൻ്റെ വിശ്വാസം. പരശുരാമനെ ക്ഷേത്രങ്ങൾ വെച്ച് നമ്മൾ കേരളത്തിലൊന്നും പൂജിക്കുന്നില്ല. പക്ഷേ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. പരശുരാമനാണ് കേരളത്തിലെ ഉൾപ്പെടെ ഭാരതത്തിലെ മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. ഹിന്ദുക്കളുടെ ഒരു ദൈവം തന്നെയാണ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് പരശുരാമൻ. അപ്പോൾ രാഹുൽ ഗാന്ധി ആരാണെന്നാണ് പറയുന്നത്? പരശുരാമനാണ്, മഹാവിഷ്ണുവാണ്. അതിന് കോൺഗ്രസ്സുകാർ പറയുന്ന വിശദീകരണം അധർമ്മത്തെ ഇല്ലാതാക്കാൻ മഴകൊണ്ട് വെട്ടി വീഴ്ത്തിയതുപോലെ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അധർമ്മത്തെ മുഴുവൻ വെട്ടി വീഴ്ത്തി, BJPക്കാരെ മുഴുവൻ വെട്ടി നിർത്തി, സംഘപരിവാറുകാരെ മുഴുവൻ വീഴ്ത്തി, എന്നിട്ട് പരശുരാമ രാഹുൽ ഗാന്ധി ഭാരതം ഭരിക്കും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നാളെ നിങ്ങൾ രാഹുൽ ഗാന്ധി പ്രവാചകനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരാഘോഷം നടത്തുമോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സാക്ഷാൽ യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടത്തുമോ? അപ്പോൾ അറിയും വിവരം. കാരണം അത് രണ്ടും തൊട്ടാൽ പൊള്ളും. ഹിന്ദുവിൻ്റെ കാര്യത്തിലാവുമ്പോൾ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നത് ഞാൻ പൂണൂൽധാരിയായ ബ്രാഹ്മണനാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഭഗവത്ഗീതയെ പറയുന്നത് ഗുണകർമ്മ വിഭാഗശ എന്നാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം
ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. ചെയ്യുന്ന ജോലി ബ്രാഹ്മണ്യം നിറഞ്ഞതാണെങ്കിൽ ബ്രാഹ്മണനാകാം. രാഹുൽ ഗാന്ധി ചെയ്യുന്ന ജോലി ബ്രാഹ്മണ്യം നിറഞ്ഞതാണോ എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇവിടുന്ന് നേരെ മക്കാവ്, ഇന്തോനേഷ്യ, ബാലി ഒക്കെ പോകുന്നത് ബ്രാഹ്മണൻ ചെയ്യുന്ന ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണോ എന്ന് എനിക്കറിയില്ല. ബംഗ്ലാദേശിൽ നിന്ന് ഇറങ്ങുന്ന ബ്ലിറ്റ്സ് പത്രത്തിൻ്റെ പത്രാധിപർ സലാവുദ്ദീൻ ഷോയിബ് ചൗധരി നിരവധി ലേഖനങ്ങൾ എഴുതി വെല്ലുവിളിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഭാര്യയും 2 പിള്ളേരും ഉണ്ട്, 2 മക്കളുമുണ്ട്, മൈൻക എന്നൊക്കെ പറയുന്ന മകളും മകനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലേഖനങ്ങൾ എഴുതി വെല്ലുവിളിച്ചിട്ടുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ നിഷേധിക്കുന്നു പറഞ്ഞു. അമ്മ അന്ന് മിണ്ടിയിട്ടില്ല. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഒരു ബ്രഹ്മവൃത്തി ചെയ്യുമ്പോഴാണല്ലേ. അങ്ങനെ ആകാം, ജനനം കൊണ്ട് തന്നെ ആവണമെന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയെ ജനനം വഴിയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അമ്മയാരാ? സോണിയാഗാന്ധി. ഒന്നാരും റോമൻ കാത്തലിക്കാ. അച്ഛൻ രാജീവ് ഗാന്ധി. അച്ഛൻ്റെ അമ്മയാരാ? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ആരാ? ഫിറോസ് ഗാന്ധി. പാഴ്സിയാണെന്ന് പറയപ്പെടുന്ന മുസ്ലിം എന്ന് ആക്ഷേപമുള്ള ആൾ നെഹ്റു. നെഹ്റുവിൻ്റെ അച്ഛനാരാ? നെഹ്റുവിൻ്റെ അച്ഛനെ കുറിച്ച് അയാൾ മുസ്ലിം ആയിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് അവസാനത്തെ മുഗൾ ചക്രവർത്തിയുടെ കൊത്തുവാളായിരിക്കെ മുഗൾ ഭരണം വീണപ്പോൾ ബ്രിട്ടീഷുകാരെ പേടിച്ച് കാശ്മീരിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഹിന്ദു പേരിൽ തിരിച്ചു വന്ന ആൾ. കൊത്തുവാൾ എന്ന് പറയുന്നത് മുഗൾ ചക്രവർത്തിയുടെ കമാൻഡറായിരുന്നു, പോലീസ് കമാൻഡർ, പോലീസ് കമ്മീഷണർ ആയിരുന്ന ആൾ ബ്രിട്ടീഷുകാർ തല്ലിക്കൊല്ലുന്നു ഓർത്തപ്പോൾ നേരെ കാശ്മീരിൽ പോയിട്ട് ഞാൻ കാശ്മീരി പണ്ഡിറ്റാണെന്ന ഭാവത്തിൽ വന്നു എന്നുള്ള ആക്ഷേപം പ്രബലമാണ്. അങ്ങനെ മുസ്ലിം, പാഴ്സി, ക്രിസ്ത്യൻ ഇങ്ങനെ മിക്സഡ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ എങ്ങനെയാണ് ബ്രാഹ്മണനാവുന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ ഗീതയിൽ പറയുന്ന പോലെ കർമ്മം കൊണ്ട്, ഗുണം കൊണ്ട് ബ്രാഹ്മണ്യം കൈവരിക്കാം. ഏത് കർമ്മവും, അപ്പം യുദ്ധത്തിന് പോയാൽ ക്ഷത്രിയനാവും, ബ്രാഹ്മണൻ്റെ മകൻ പോയാലും, കച്ചവടം നടത്തിയാൽ വൈശ്യനാവും. അങ്ങനെയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഗീതയിൽ പറഞ്ഞിട്ടുള്ള ചാതുർവർണ്ണീയ വ്യവസ്ഥ. സഹാക്കന്മാർ അത് പറയത്തില്ല. ഭഗവാൻ കൃഷ്ണൻ ചാതുർവർണ്ണീയം മയാ സൃഷ്ടം, ഭഗവാൻ ഉണ്ടാക്കിയതാണ് ജാതി വ്യവസ്ഥ എന്നത് മാത്രം പറയും, അടുത്ത വരി പറയത്തില്ല എന്നതുപോലെയുള്ളൊരു കള്ളം. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇതെങ്ങനെ ശരിയാവും? ഇടയ്ക്ക് ആങ്ങളെയും പെങ്ങളും കൂടെ ശൂലം പിടിച്ച് നിൽക്കുന്ന പടം കാണാറുണ്ട്. ശൂലമേ എന്നിട്ട് വലിയ ചുവന്ന കുങ്കുമൊക്കെ വാരിപ്പൂശി ശൂലമായിട്ട് നിൽക്കും, വലിയ മാലയിടും, പൂർണ്ണകുംഭം നൽകി ചിലടത്തൊക്കെ ഈ വിദ്വാനെ സ്വീകരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ അവരുടെ സൗകര്യം. ഫാൻസി ഡ്രസ്സ് ഇഷ്ടമുള്ളവർ ഫാൻസി ഡ്രസ്സ് നടത്തട്ടെ. അതിന് അവാർഡ് കൊടുക്കണോ വേണ്ടിയൊന്നും ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഗംഗാ നദി പവിത്രമായ ഒന്നാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് അവരുടെ പ്രാണവായു പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗംഗ. ആ ഗംഗയിൽ വള്ളം പിടിച്ചതുപോലെ പോയി അവിടെ രാഹുൽ ഗാന്ധിയെ പരശുരാമനായി ചിത്രീകരിച്ച ഒരു ബോർഡ് കൊണ്ട് സ്ഥാപിച്ച് അതിൽ പാലഭിഷേകം നടത്തി ഹർ ഹർ മഹാദേവ്, ഭഗവാൻ പരശുരാമൻ കി ജയ് എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വൃത്തികെട്ട നാടകമാണ്. അതിനവർ തിരഞ്ഞെടുത്ത വാരണാസിയാണ്. വാരണാസി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ്. വാരണാസി കാശിയാണ്. ഹിന്ദുവിനെ സംബന്ധിച്ച് ഏറ്റവും പവിത്രമായ സ്ഥലം. ഹിന്ദുവിന് കാശിയോളം പവിത്രമായ സ്ഥലം വേറെ ഏതാ ഉള്ളത്? അവിടെ പോയി ഈ ഗംഗയിലിറങ്ങി ഇങ്ങനെ ഒരു ആഭാസ പ്രകടനം നടത്തിയത് രാഹുൽ ഗാന്ധിക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉറപ്പായിട്ടും അത് നെഗറ്റീവായിട്ട് വരാനാണ് സാധ്യത. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. എന്തു ചെയ്യാം, ബാലക് ബുദ്ധി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ രാഹുൽ ഗാന്ധി ഇതൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ ഞാൻ തോന്നുന്നില്ല. ഞാൻ രാഹുൽ ഗാന്ധി ബാലക് ബുദ്ധിയോ അല്പബുദ്ധിയോ പപ്പുവോ ഒന്നും ആണെന്ന് കരുതുന്ന ആളല്ല. അദ്ദേഹം കുശാഗ്ര ബുദ്ധിയാണ്. തനിക്ക് അധികാരം വേണം, തനിക്ക് അധികാരം കിട്ടാത്ത ഇന്ത്യയിലെ ജനങ്ങളെ ദ്രോഹിക്കണം, തനിക്ക് അധികാരം കിട്ടുന്നില്ല, തനിക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റുന്നെങ്കിൽ ഈ രാഷ്ട്രം തന്നെ നശിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും ക്രൗര്യമുള്ള, ഏറ്റവും കുശാഗ്ര ബുദ്ധിയായ ശകുനിയുടെ അപ്പൂപ്പനായിട്ട് വരുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ഈ രാജ്യം തന്നെ തകർത്ത് കളയും, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ രാജ്യമേ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ പരശുരാമനെ പിടിച്ച് ഈ കളി കളിച്ചത് വല്ലാത്ത മോശപ്പെട്ട കളിയായി എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കും. കാരണം ഇത് ഇപ്പോൾ ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. എന്നാലും ഒരു പാർട്ടിക്ക്, കേരളത്തിലെ പാർട്ടിക്കാർ ചെയ്യത്തില്ല കേട്ടോ. സതീശനും ആരെപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ഇവരാരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുൽ ചെയ്താൽ പിന്നെ ലീഗ് സമ്മതിക്കത്തില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഹിന്ദുത്വ കാർഡ് കളിയാണോ എന്ന് ചോദിച്ചാൽ ഇത് ഹിന്ദുത്വ, ഇങ്ങനെ പരശുരാമനാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ഉത്തരേന്ത്യക്കാരും മടൽ വെട്ടിയടിക്കും. പക്ഷേ
ഈ സ്വയം കൃതാനർത്ഥം എന്ന് പറയുന്നത് ഇനിയും ഈ ഒരു മനുഷ്യൻ ഒരുപാടൊക്കെ അനുഭവിക്കാനുണ്ട്. അത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ പരശുരാമ അവതാരത്തിലൂടെ 56-ാം വയസ്സിൽ പുതിയൊരു നിയോഗം ഏറ്റെടുക്കാൻ വരികയാണ്. മഴവും ഭരണഘടനയുമായി രാഹുൽ ഗാന്ധി വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ചാനൽ നിങ്ങൾ ഉറപ്പായും കാണുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അതുകൂടെ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ പിന്തുണ ഉറപ്പായും വേണം. ആ പിന്തുണ വേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്.